തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോർമിറ്ററി സംവിധാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടികളിൽ ഇടപെട്ട കോർപ്പറേഷൻ ഡോർമിറ്ററി പ്രവർത്തിപ്പിക്കാൻ HMC തയ്യാറാക്കണമെന്ന് മേയർ വി രാജേഷ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഭരണസമിതി നിർമ്മിച്ച ഡോർമിറ്ററി ജലവൈദ്യുത കണക്ഷൻ പ്രശ്നത്തെ തുടർന്ന് 2 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായിട്ടാണ് 240 കിടക്കകളുള്ള ഡോർമിറ്ററി നിർമ്മിച്ചത്. മുൻ ഭരണസമിതിയുടെ സമയത്ത് ആരംഭിച്ച പ്രവർത്തനമാണത്. എന്നാൽ ആ ബിൽഡിംഗ് പൂർത്തിയായെങ്കിലും അവിടെ ഇലക്ട്രിക് കണക്ഷനോ അതുപോലെ തന്നെ വാട്ടർ കണക്ഷനോ ലഭിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള ഫൈനൽ സ്റ്റേജിലെ വർക്കുകളൊന്നും നടന്നിരുന്നില്ല. പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ രേഖകളൊക്കെ തയ്യാറാക്കി ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. NULM ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ട് അതാത് ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. എന്നാൽ അതിന് ശേഷമുള്ള അതിൻ്റെ തുടർ നടത്തിപ്പിനെക്കുറിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. അപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിന് രൂപരേഖ ആക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിവരം അവർ അറിയിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത ചെയ്യേണ്ട ഘട്ടങ്ങളുടെ കാര്യങ്ങൾ ഇന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റെടുക്കുവാനും നടത്തിപ്പോവാനുമുള്ള തയ്യാറെടുപ്പുകൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രിയോ ഒക്കെ തന്നെ കാര്യങ്ങളിൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ സോളമനുണ്ട്. അരുൺ, ഏറ്റവും കൂടുതൽ രോഗികൾ, സാധാരണക്കാരായിട്ടുള്ള രോഗികൾ എത്തുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. അപ്പോൾ അവിടെ ഈ ഒരു ഡോർമിറ്ററി സംവിധാനം വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ മുൻ ഭരണസമിതിയാണോ ഇപ്പോഴത്തെ ഭരണസമിതിയാണോ എന്നുള്ളതിനേക്കാൾ ഉപരി അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നൊരു സംവിധാനമായിരിക്കും. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ടോ? എത്രയും വേഗം പ്രവർത്തനം ആരംഭിക്കുമായിരുന്നു? ഷികാസ്, ഇത് ആര്യരാജേന്ദ്രൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. 240 കിടക്കകളുള്ള ഈ സംവിധാനം 2 വർഷമായി അടച്ചുപൂട്ടി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കൊപ്പമുള്ള ഈ കൂട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് നഗരസഭ NUML ഫണ്ട് ഉപയോഗിച്ച് ഇത് നിർമ്മിച്ചത്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള മേയർ വി രാജേഷ് പങ്കുവെക്കുന്നത് ഈ കെട്ടിടത്തിൽ ചില കുറവുകളുണ്ട്. അതിലൊന്ന് വൈദ്യുതി കണക്ഷനാണ്, മറ്റൊന്ന് ജലവിതരണമാണ്. ഈ 2 പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കെട്ടിടം നാളിതുവരെ പൂട്ടിക്കിടക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള നടപടികൾ നിലവിൽ ഇപ്പോൾ ഈ നഗരസഭ ഒരുങ്ങിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകളും ആരംഭിച്ചു. നിലവിൽ ഈ NUML ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഈ സ്ഥാപനങ്ങൾ തന്നെ അതിന്റെ തുടർ നടത്തിപ്പുകൾ നടത്തി വരണമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നഗരസഭയുടെ ഒരു തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തന്നെയാണ് ഇനി ഈ നഗരസഭ നിർമ്മിച്ചു നൽകിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ് നിലവിൽ മേയർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എന്തായാലും ഇപ്പോൾ HMC ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് അടക്കമുള്ളവ നൽകിയതിനു ശേഷമായിരിക്കും തുടർ നടത്തിപ്പുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യ മന്ത്രിയുമായും ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമെന്നാണ് മേയർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷികാസ്, ശരി, ആ ചർച്ചകളിലൂടെ ഒരു പോസിറ്റീവായ റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ. അരുൺ സോളമനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഗുഡ് മോർണിംഗ് റിപ്പോർട്ട് ഇതോടെ പൂർണ്ണമാവുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ വാർത്തകൾ